വെന്തിട്ടുണ്ട്. വെന്തു മുക്കിൻ ഇത് മതിയോ? അപ്പൊ ഇത് കടിപ്പിക്കാം. ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു ചൂരക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനുള്ള റെസിപ്പീസ് നമുക്ക് നോക്കാം. വെളുത്തുള്ളി ചേർക്കും, കൊച്ചുള്ളി അരച്ച് മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല കടല നമ്മുടെ കറി ഇട്ട് താളിക്കും. ഇതിലേക്ക് ആവശ്യമായ വെള്ളം കേട്ടോ. അത് താളി പച്ചക്കറി ഇങ്ങനെ വൈകുന്നേരം കറി എങ്ങനെ അറിയും. കടുക് നല്ല പൊട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അത് എടുത്ത് വന്നപ്പോഴത്തേനും ഒരു പോയി മറ്റേ ഇത്രയും മസാല ഒക്കെ ഇട്ട് നല്ലോണം മൂക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത തക്കാളി ഇടുന്നത് കേട്ടോ. തക്കാളി വല്ലാണ്ട് വാടണ്ട, കുറച്ച് വാടിയതിന് ശേഷം നല്ല ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കോട്ടെ. നമുക്ക് എത്ര കറി വേണോ അത്ര വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഉപ്പിടാൻ മറന്നു പോയി ഗൈസ്. ഉപ്പിടാണ് കേട്ടോ. അപ്പോൾ അടുത്ത മെയിൻ പരിപാടി നമുക്ക് മീൻ അതിലേക്ക് ഇടട്ടോ. മീനൊക്കെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറേ ഇട്ട് ഇളക്കരുത്, എന്ന് വെച്ചാൽ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ഇളക്കിയിട്ട് വെക്കുക. നമ്മൾ മൂടി വെച്ചിക്കണം കേട്ടോ. ഈ സമയത്താണ് കറി നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ പകുതിയോളം കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് മത്തി ഇന്നലത്തെ ഉണ്ട്, ഇന്ന് കുറച്ച് ചീരത്തോരനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ട് വരാം. അപ്പോൾ ബൈ.